സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ പ്രഭാവതിയുടെ ആ ഒരു വഴക്ക് പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, മകനോടുള്ള വാത്സല്യമൊക്കെ കൊള്ളാമേ, പക്ഷെ തെറ്റുകളിലേക്ക് മകനെ നയിച്ചിട്ടാവരുത് ആ വാത്സല്യം കാണിക്കേണ്ടത്. പിന്നെ ഞാൻ എന്തിനാണ് നന്ദനോട് പക തീർക്കേണ്ടത്? ഏതൊരു ഭാര്യയും മറ്റൊരു പെണ്ണിനോടൊപ്പം സ്വന്തം പുരുഷനെ കണ്ട പൊട്ടിത്തെറിക്കും. ഞാനായതുകൊണ്ട് മാത്രമാണ് ഈ വീട് കയറി ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ചന്ദ്രോത്തിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. അത് അമ്മയോടും അച്ഛനോടും എല്ലാവരോടുള്ള കടപ്പാട് തന്നെയാണ്. നന്ദു നന്ദുവിനോട് എനിക്ക് പകയുണ്ടായിരുന്നു. ആ പക ഞാൻ തീർക്കുകയും ചെയ്തു, ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട്. ഇനി ആ പക വെച്ചു പുലർത്തേണ്ട യാതൊരു ആവശ്യമില്ല. ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ അവനോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ അമ്മയും അച്ഛനും ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി, നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇറങ്ങുമെന്ന് പറയുമ്പോൾ, മോളെ എന്നോട് ക്ഷമിക്ക്, നീ ഇറങ്ങിപ്പോവരുത്, നീ കൂടെ വേണം, നന്ദനോടൊപ്പവും ഞങ്ങളോടൊപ്പവും. നീ ഇറങ്ങിപ്പോയതിന് പിന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ദേവിക ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് ഗുണമായിട്ട് വരും അമ്മയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഗിരിയെ കാണാനായിട്ട് ശാരിക പോവുകയാണ്. എന്നിട്ട് ഗിരിയേട്ടനെ എനിക്ക് കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ശാരി വരൂ, അകത്തിരിക്കാം. അല്ല, ഗിരിയേട്ടനെയാണ് എനിക്ക് കാണേണ്ടത്, സംസാരിക്കേണ്ടത്. ആ എങ്കിൽ പറഞ്ഞോളൂ. പിന്നെ ഇന്നത്തെ ദിവസം ഒരു നിർണായക ദിവസമായിട്ടാണ് കണക്കാക്കേണ്ടത്. നന്ദേട്ടനെയും ദേവി ചേച്ചിയെയും ശ്രദ്ധിക്കണം. എന്താ ശരി അങ്ങനെ പറയാൻ? അത് എൻ്റെ മനസ്സെന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നത് പോലെ ചിന്തിക്കുന്നു. എന്താപത്ത്? എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ഗിരിയേട്ടാ. ശരി, ശാരികയുടെ കാര്യത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും തന്നെപ്പോലെ ഒരു അനിയത്തിയെ കിട്ടിയതിന് നന്ദനും ദേവിയും ഭാഗ്യം ചെയ്തിരിക്കണം. അവിടേക്ക് നമ്മുടെ രജനി എത്തുകയാണ്. ആ രജനി ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. ശാരിക. ആ ഞാൻ കണ്ടു. എങ്കിലേ നീ അവൾക്ക് ചായ എടുക്ക്. രജനിയാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിൽക്കുമ്പോൾ രജനി ചേച്ചിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടി എന്നെ കളിയാക്കുകയാണോ? എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? എന്റെ അനിയനാണ് ജയിലിലേക്ക് പോകാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, രജനി നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് പറഞ്ഞു എന്നാ? എനിക്ക് ഇങ്ങനെയൊക്കെ എന്റെ ദേഷ്യം സങ്കടമൊക്കെ പ്രകടിപ്പിച്ചോടെ? ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നവരെ അപമാനിച്ചിട്ടാണോ പ്രകടിപ്പിക്കേണ്ടത്? അതെ ഗിരിയേട്ടാ, വഴക്കൊന്നും വേണ്ട. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ശരി ശാരിക, എല്ലാം പറഞ്ഞതുപോലെ പേടിക്കാതെ പോയിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ശാരിക അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. രജനി, ഇപ്പൊ അവള് വന്നതേ എന്തിനെന്നറിയോ? നന്ദന് വേണ്ടിയിട്ടാണ്. നിന്റെ അനിയനായിരിക്കാം, പക്ഷേ അതേ കരുതൽ അവൾക്ക് നന്ദനോടുണ്ട്. നന്ദനെ സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ, പിന്നെ എന്നിട്ടാണോ അവൾ ഇവിടെ നിന്ന് അപമാനിച്ചു വിട്ടതുപോലെ ഇറങ്ങിപ്പോയത്? ശരിക്കും നീ ഇപ്പോൾ ശാരികയല്ല അപമാനിച്ചത്, എന്നെയാണ്. എന്നോട് സംസാരിക്കാനാണ് ശാരിക വന്നത്. ഇത് കേട്ട് രജനിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. അവളാണെങ്കിൽ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. പിന്നീട് അരുന്ധതിയാണെങ്കിൽ, മോനെ എല്ലാം പ്രശ്നത്തിലാവാൻ പോവുകയാണ്, എനിക്ക് ടെൻഷൻ ആവുന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഒന്ന് പേടിക്കാതെ ഇരിക്കും, ഒന്നും സംഭവിക്കില്ല. നാളെ നന്ദൻ കോടതിയിൽ ഹാജരായാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. മോൻ പറയുന്നത് സത്യമാണോ? അതെ അമ്മേ, നന്ദൻ കോടതിയിൽ ഹാജരാവാൻ പോകുന്നില്ല. അരുന്ധതി ഒന്ന് സമാധാനിച്ചു വരുമ്പോഴേക്കും അതെങ്ങനെ സാധിക്കുമെന്ന് വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്. അത് പിന്നെ നന്ദനെ ഞങ്ങൾ വീണ്ടും കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കാതെ ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. എടാ ഋഷി, നീ വീണ്ടും കുഴപ്പങ്ങളിലേക്കാണ് ചെന്ന് ചാടുന്നതെന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഇതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞ ഋഷിയാണെങ്കിൽ അരുന്ധതിയെ വീണ്ടും പ്രഷർ കയറ്റുകയാണ്. ഋഷി, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, എല്ലാം ഞാൻ തുറന്നു പറയും. തുറന്നു പറഞ്ഞ് എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയാലോ. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ ഈ ഋഷി കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് വിടുള്ളൂ. അങ്ങനെ ഇസബെല്ലയാണെങ്കിൽ ആ, ഒരു ഗുണ്ടാഗി അങ്ങനെ വിളിച്ച് നന്ദനെ പൊക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെവിനാണെങ്കിൽ ഒന്നും അറിയാതെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞും ഇനി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യേണ്ട, കാര്യം കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇസബെല്ല ഫോൺ കട്ട് ചെയ്യാണ്. ഇസബെല്ല, താൻ ആരോടാ ഈ സംസാരിക്കുന്നത്? എടാ അതൊരു തല്ലി കേസാ. എന്ത് എന്ത് കേസ്? ഞാനറിയാത്ത കേസോ? നിന്നോടിപ്പോൾ എന്തായാലും ഞാൻ പറയുന്നില്ല, കാര്യം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞാലേ ചിലപ്പോൾ നീ പാനിക് ആവും. നമുക്കറിയുന്ന ആരെങ്കിലും ആണോ? ആ അതേന്നേ. അങ്ങനെ കെവിനാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. പിന്നീട് ദേവികയോട് ശാരികയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നന്ദേട്ടനെ ഇപ്പോഴും ചേച്ചിക്ക് ഇഷ്ടമാണല്ലേ? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ എനിക്ക് നന്ദനെ മറക്കാൻ കഴിയുക? ഇപ്പോ എനിക്ക് നന്ദനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, എൻ്റെ മണ്ഡലത്തിലെ ഒരാൾക്കൊരു പ്രശ്നം വന്ന ആ വ്യക്തിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ഇടപെടണല്ലോ. കാരണം ഞാൻ അവിടുത്തെ MLA അല്ലേ. മാത്രമല്ല, നീ പറയുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല തന്റെ സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണോടൊപ്പം കാണുക എന്നത്. അതൊരിക്കലും മരിക്കുവോളം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല ശാരി. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലേ മതിയാകൂ എന്ന് പറയുമ്പോൾ ശാരിക്കാണെങ്കിൽ കണ്ണിൽ വെള്ളം വരികയാണ്. ചേച്ചി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും കര കയറി വന്ന പെണ്ണ് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം ആ കായൽ ചില സമയത്ത് അവൾക്ക് ആശ്വാസമേകുമെന്നൊക്കെ പറയുമ്പോൾ, ശാരി ഇതൊക്കെ നീ എവിടെ നിന്നാ പഠിക്കുന്നത്? പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് ചേച്ചി. എല്ലാവരും എല്ലാവരുടെയും അനുഭവങ്ങളാണല്ലോ എഴുതി കുറിക്കുന്നത്. അങ്ങനെ അവിടേക്ക് രാധികയും വരികയാണ്. മോള് ധൈര്യത്തോടെ ഇരിക്കണം, നാളത്തെ ഒരു സിറ്റുവേഷൻ ധൈര്യത്തോടെ ഫേസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ
തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഇസബെല്ലയും ഋഷിയും പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഏർപ്പാടാക്കിയ ആ ഗ്യാങ് ചന്ദ്രോത്ത് വീടിന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ചന്ദ്രോത്ത് വീട് വളയുകയാണ്. പിന്നീട് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി പോവുകയാണ്. സിദ്ധാർത്ഥന് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും അയാൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നുണ്ടെങ്കിലും വീണ്ടും കണ്ണടച്ചങ്ങനെ ഉറങ്ങുകയാണ്. അപ്പൊ കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്.